പൂനെയിൽ നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ടിൻഡു ലൂക്കോ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിക്കുമ്പോൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു ടിൻഡുവിന്റെ മാതാപിതാക്കൾ. കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ കരിക്കോട്ടഗിരിയിലെ ഈ കൊച്ചു വീട്ടിലിരുന്നാണ് ടിൻഡുവിന്റെ മാതാപിതാക്കൾ മത്സരം ടിവിയിൽ കണ്ടത്. 800 മീറ്റർ ഓടിയെത്തിയപ്പോൾ ടിൻഡുവിന് പക്ഷേ വെങ്കലം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. തൊട്ടുപിന്നാലെ 4x400 മീറ്റർ റിലേ മത്സരം. MR പൂവർമ്മ, അനുമറിയം ജോസ്, നിർമ്മല എന്നിവർക്കൊപ്പം ടിൻഡു സ്വർണത്തിലേക്ക് ഓടിയെത്തി. മത്സരത്തിലെ പരിചയക്കുറവാണ് 800 മീറ്ററിൽ ടിൻഡുവിന് സ്വർണം ലഭിക്കാതെ പോയതിന്റെ കാരണമെന്ന് പിതാവ് ലൂക്കോ അഭിപ്രായപ്പെട്ടു. അവിടെ തന്നെ ഈ മത്സരം നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ അവളെ മനസ്സിലാക്കുന്ന മറ്റ് അത്ലറ്റ് പുറകെ നിന്ന് അത്യാവശ്യം വേണ്ടടുത്ത് അത് പ്രയോജനത്തിലേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് കണ്ടിരുന്ന എല്ലാ മീറ്റുകളിലും അവർക്കുള്ള പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ്. കാരണം അവള് മീറ്റ് നിയന്ത്രിക്കുമ്പോൾ അവളെ അറിയാവുന്നവർ അവളുടെ പിറകെ നിൽക്കുകയും ലാസ്റ്റ് ഇപ്പോൾ 50-100 മീറ്റർ ബാക്കിൽ വരുമ്പോൾ അവളുടെ മുമ്പിലേക്ക് ചാടിക്കയറുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അത് അവളുടെ മത്സരത്തിന്റെ പരിചയക്കുറവ് കൊണ്ടായിരിക്കും. എങ്കിലും ഗോൾഡ് കിട്ടി നമുക്ക് അടുത്ത ഇനിയും വർഷങ്ങൾ മുന്നോട്ട് കിടക്കുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണക്കുതിപ്പ് നടത്തുമ്പോഴും ടിൻഡുവിന് കേരള സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ നടപ്പിലായിട്ടില്ല. പണി പൂർത്തിയാവാത്ത ഈ കൊച്ചു വീട്ടിലാണ് ഇപ്പോഴും ഇന്ത്യയുടെ അഭിമാന താരം ജീവിക്കുന്നത്. മീഡിയ 1 കണ്ണൂർ.